സോ ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. സോ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് ആണ്. മൈൻക്രാഫ്റ്റിൻ്റെ 5ാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ് നമ്മൾ ഇന്നതേ ഈ ഒരു ബാക്കിലുള്ള ഈ കേവ് കണ്ട ഈ ഒരു കേവ് ആക്കിയതാണ് നമ്മളിപ്പോൾ. ഈ ഒരു കേവിൽ നമ്മൾ കോബിൾ സ്റ്റോൺ മൈൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വില്ലേജ് ബ്രീഡർ ഉണ്ടാകണം, കാരണം അത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ കുറേ ആയി സംഭവമൊക്കെ ആക്കിയിട്ട് നമുക്ക് ഈ ഷുഗർ കീൻ എടുക്കുക. നമ്മൾ അവിടുത്തെ ഷുഗർ കീനൊക്കെ ഫുള്ള് ആയിട്ടുണ്ട് കണ്ടോ. നമുക്ക് അതൊക്കെ ഒന്ന് കളക്റ്റും ചെയ്യാം. പിന്നെ നമ്മുടെ ബോർഡിൽ കുറച്ച് അപ്ഡേറ്റ് ഒക്കെ ആയിട്ടുണ്ട്, നിങ്ങൾ കമൻ്റ് ഒക്കെ ഇടുന്നുണ്ട്. സോ താങ്ക്സ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നല്ല സപ്പോർട്ട് നിങ്ങൾ തന്നിട്ടുണ്ട്. എൻ്റെ ഈ ചാനൽ ഇതുവരെ ഇട്ടതിൽ ഏറ്റവും വ്യൂസ് കൂടിയ വീഡിയോ ആയിരുന്നു അത്. സോ താങ്ക്സ്. അതിന് നല്ല വലിയൊരു താങ്ക്സ് തന്നെ നിങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ ഞാൻ വേറെ ഗെയിംസൊക്കെ ട്രൈ ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വേറെ ഗെയിംസ് എനിക്കും താല്പര്യമുണ്ട് ചെയ്യാൻ. സോ എനിക്ക് എങ്ങനത്തെ ഗെയിംസാണ് താല്പര്യം എന്ന് കമൻറ്റ് ചെയ്ത് നമുക്കത് കളിക്കാവുന്നതാണ്. ഓക്കെ, നമുക്കിതൊന്നും കൂടി കളക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കോബിൾ സ്റ്റോൺ ഉണ്ടല്ലോ അത് സ്മെൽറ്റ് ചെയ്യണം. നമുക്ക് വീടിൻ്റെ മുകളിലോട്ട് പോവാം. ഒരു ഫർണസ് ഉണ്ടാക്കേണ്ടി വരും. രണ്ടെണ്ണം ഉണ്ടാക്കിയാൽ സുഖമായിരിക്കും. സോ നമുക്ക് ഒരു ഫർണസ് ഉണ്ടാക്കേണ്ടി വരും. ഒരു സ്റ്റിക്ക് നമുക്ക് ഈ സൈൻ ബോർഡ് എടുത്തേക്കാം. അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഈ ഒരു കോബിൾ സ്റ്റോണിൽ സ്മെൽറ്റ് ചെയ്യണം. നമ്മളതിലാണ് കോളും അധികമില്ല. കോളാണെങ്കിൽ ഇവിടെ അടുത്ത് കേവൊന്നും നമ്മൾ പോയിട്ടുമില്ല, അതാണ്. ഓക്കെ, നമുക്ക് 2 ഫർണസും കൂടി ഉണ്ടാക്കിയിട്ട് ഇത് എവിടെ വെക്കുക? ഇവിടെ സ്ഥലമില്ല ഏതായാലും. നമുക്കുണ്ടല്ലോ ബാക്കിൽ വെക്കാൻ തോന്നുന്നു. ഇവിടെ ഒന്നും വെച്ച ഒരു രസം ഉണ്ടാവില്ല. നമുക്ക് ഇവിടെ വെച്ചേക്കാം. ഇവിടെ ഒന്നും. ഓക്കെ, ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് സ്റ്റോണിനെ കളക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് റെസിപ്പി ഒക്കെ അൺലോക്ക് ആയിട്ടുണ്ട്. ഒന്നും കൂടി ആയാൽ നമുക്കൊരു സ്റ്റോൺ ബ്രിക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് എന്തായാലേ ഇതൊക്കെ സ്മെൽറ്റ് ആയിട്ട് കാണാം, അതായിരിക്കും നല്ലത്. കാരണം കുറെ നേരം എടുക്കും. ഒരു സ്റ്റോൺ ബ്രിക്ക് ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് സ്മെൽറ്റ് ആയിട്ട് കാണാം. നമ്മളെ നിങ്ങൾക്ക് അറിയില്ലെന്ന് അറിയത്തില്ല, നമുക്കൊരു ഷിപ്പ്രാക്ക് നമുക്ക് മോസിന്റെ ബ്ലോക്ക് കിട്ടിയിരുന്നു. നമ്മൾ അത് ഇതുവരെ യൂസ് ചെയ്തില്ല. സോ നമുക്ക് ഇപ്പോൾ യൂസ് ചെയ്യാം. നമ്മളത് ബോൺ മീൽ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, നമുക്ക് ബോൺ മീൽ വെച്ചിട്ട് ഇതൊന്ന് ഗ്രോ ആക്കാം. കുറെ ഗ്രാസ് ആണെന്ന് മറ്റേ സാധനം വന്നില്ല. അസേലിയന്റെ ഒന്ന് വന്നിട്ടുണ്ട്. അതിന്റെ പേരെന്ന് അസേലിയ, ഫ്ലവേർഡ് അസേലിയാണ്. ഇത് നോർമൽ അസേലിയ. 2 തരത്തിലുണ്ടല്ലോ, ഒരു പൂ പോലെ ആയിട്ട്. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതെ വന്നു ഒന്ന് വന്നിട്ടുള്ളേ. നമ്മളിനി ആകെ ഒറ്റൊന്നും കഴിഞ്ഞു. ഓക്കെ, നമുക്കിതൊക്കെ ഒന്ന് കളക്ട് ചെയ്തേക്കാം. പിന്നെ നമുക്ക് ഇനി എന്തായാലും കോബിൾ സ്റ്റോൺ ഒക്കെ സ്മെൽറ്റ് ആയിട്ടും കാണാം. ഓക്കെ, സോ നമ്മളിപ്പോൾ നമ്മളതൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണാൻ കഴിയും പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കമൻറ്റ് സെക്ഷനിൽ. നിങ്ങളും ഇതുപോലെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ പേര് ചെയ്തിട്ട് അടുത്ത എപ്പിസോഡിൽ സെറ്റാക്കാവുന്നതാണ്. ഓക്കെ, സോ നമ്മളത് കമൻ്റൊക്കെ കണ്ടു. നമുക്ക് ഈ സാധനം ഇവിടെ വെച്ചേക്കാം. ഓക്കെ, നമുക്ക് ഇനി ഈ അവിടുന്ന് അസേല എടുത്തിട്ട് നമ്മളെ വീടിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മളെ കയ്യിലുള്ള അസേല ഇവിടെ അല്ല, നമുക്ക് ഇവിടെ ആയിട്ട് നമ്മളെ ട്രീ ഹൗസിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ വെച്ചേക്കാം. ഓക്കെ, ഇത് രസമുണ്ട് തോന്നുന്നു. നമുക്കിത് വീടിന് മുകളിൽ വെക്കാൻ പറ്റുകയാണ് നല്ല രസമായിരുന്നു. പക്ഷെ അത് വെക്കാൻ പറ്റുന്നില്ല, ഗ്രാസ് തന്നെ വേണം. നമുക്ക് പോട്ടുണ്ടാക്കിയിട്ട് അങ്ങനെ വെക്കാൻ പറ്റും. നമുക്ക് ഇനി എന്തായാലും നേരെ അങ്ങോട്ട് പോവാം, വില്ലേജിന് അങ്ങോട്ട് പോവാം. കാരണം നമുക്ക് ഇനി വില്ലേജ് ബ്രിഡ് ഉണ്ടാക്കണം. ഇതുവരെ സ്റ്റാർട്ട് ചെയ്തില്ല പണി. ഓക്കെ, നമുക്ക് നേരെ പോവാം. ഇവിടെ നമുക്കൊരു ബ്രിഡ്ജ് പോലെ ഉണ്ടാക്കണം. നമുക്ക് സുഖമാണ്, അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ചാടി വരുന്നല്ലോ. നമുക്ക് വരുന്ന എപ്പിസോഡിൽ ചെയ്യാം. ഇനി എത്ര എപ്പിസോഡ് കിടക്കുന്ന ഐസ്. പിന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ മറക്കണ്ട, നമ്മുടെ ഇനി വേറെ ഗെയിംസ് ട്രൈ ചെയ്യണമെന്നുണ്ട്. സോ അത് ഏതൊക്കെയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ പിങ്ക് ഷീപ്പൊക്കെ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടുത്തെ ലാവയും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ഇത് വർക്ക് ആവുന്നില്ല അയൺ ഫാം. ഓക്കെ, നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നമ്മളത് ഉണ്ടാക്കാം കേട്ടോ. സോ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പട്ടീൻ്റെ ഒരു സൗണ്ട് കേട്ട്. സോ ഇവിടെ എവിടെയോ ഒരു പട്ടീൻ്റെ തോന്നുന്നു. നമ്മളടുത്താണ് ബോണും ഉണ്ടല്ലോ, അയൺ ഫാം കിട്ടിയതാ ബോണ്. ഓക്കെ, കിട്ടി. എടാ ടൈം ആയാൽ മതി. ടൈമായി. നമുക്ക് എന്താ അറിയോ അഡ്വാൻസ്മെന്റ് വരാത്തത്? നമ്മളെ ഈ പട്ടീനെ ടൈം ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഹോസിനെ ടൈം ചെയ്തിട്ടുണ്ട്. അതിനെ കൊണ്ട് നമുക്ക് അഡ്വാൻസ്മെന്റ് വരാണ്ട്. എടാ എവിടെ പട്ടിയുടെ എന്താ ടൈം ആയി?
എവിടെ? അതെ, ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അത് പിന്നടിച്ചാ നമ്മള്. സെർവർ ചെറുതായിട്ട് ലാഗ് ഉണ്ട്, അതിനെ കൊണ്ടാണ്. ഓക്കെ, പട്ടി വരുന്നുണ്ട്, ഇപ്പൊ വരുന്നുണ്ട്. നമുക്ക് ഇവനെ എന്തായാലും വീട്ടിലാക്കിയിട്ട് ഇതാക്കുക, കാരണം അതായിരിക്കും നല്ലത്. എങ്ങോട്ട് വേണം? ഇങ്ങോട്ട് വാ. ഓ, ഇവനാണെങ്കിൽ വരുന്നില്ലല്ലോ. ഇങ്ങോട്ട് വാ. അതാ വരും. ഫോണ് കാണിച്ചപ്പോ വരുന്നുണ്ട്. ഇങ്ങോട്ട് വാ. വരുന്നില്ലല്ലോ. ഓ, അവനെങ്ങനെ തള്ളി തള്ളി ഇങ്ങനെ നോക്കാം, അതായിരിക്കും നല്ലത്. പോട്ടെ. അവനെ ഇനി അതുവരെ ആക്കണല്ലേ. നീ പോണ്ട്. പിന്നെ നമ്മുടെ പട്ടിക്കും കുതിരയ്ക്കൊക്കെ എന്ത് പേരിടണം നിങ്ങൾ കമന്റ് ചെയ്യാം. നമുക്ക് എന്തായാലും ഇപ്പൊ പേരിടാൻ പറ്റില്ല, കാരണം നമ്മളതിൽ നെയിം ടാഗ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതിനെ കൊണ്ട് നമുക്ക് ഇപ്പൊ പേരിടാൻ പറ്റില്ല. നമുക്ക് അവിടെ ഇരിക്കും. ഓക്കെ, നമുക്ക് ഇനി ഈ സാധനങ്ങളൊക്കെ അതിലോട്ട് വെച്ചേക്കാം. ഈ റോട്ടൺ പ്ലസ് എടുത്തിരുന്നാലേ നമുക്ക് ഇവരെ ഫീഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇനി നമുക്ക് എന്താ? ഓക്കെ, നമ്മളിത് ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, അവിടെ ചെല്ലാം. നമുക്ക് പെട്ടെന്ന് അവിടെ പോയിട്ട് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, പിന്നെ നമുക്ക് ഇനി എന്തൊക്കെയാ വേണ്ടതെന്നൊന്നും അറിയത്തില്ല. കുറെ സാധനമൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടുത്തെ പുല്ല് കാര്യങ്ങളൊക്കെ വെട്ടുകയാണ്. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇവിടെ നിന്ന് ക്ലീൻ ആക്കുകയാണ്. നമുക്ക് എന്നിട്ട് ഇവിടെ ഒരു 9x9 ഒരു സംഭവം ഉണ്ടാക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വില്ലേജ് തന്നെ ആക്കാം. അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ കണ്ടതന്നെയായിരിക്കും. ഞാൻ ഇത് ഇങ്ങനെ കാണുന്നില്ല. ഇത് ഉണ്ടാക്കിയിട്ട് 2 മിനിറ്റിൽ കാണാം. ഓക്കെ, പെട്ടെന്ന് ഉണ്ടാക്കാം. 7 എണ്ണമായി, 9 എണ്ണമായി. ഇവിടുന്ന് 9 എണ്ണം. ഓക്കെ, ഒരു 10 എണ്ണമാവും തോന്നുന്നു. 10 എണ്ണമായി. പൊട്ടിക്കുക. നമ്മളെ പിങ്ക് ഷീപ്പൊക്കെ എപ്പോഴും ഉണ്ട് അവിടെ തന്നെ. നമ്മളിത് ഇത്രയും സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് സാധനം ഇല്ലേ, അത് സാധനം എന്താ വെച്ചാല് റെഡ് സ്റ്റോൺ ആണ്. നമുക്ക് കാണാൻ വരുന്നത്. ഇപ്പൊ അവിടെ ഒരു കേവ് എന്തോ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോയേക്കാം. അത് ഇവിടെ കേവ് ഉണ്ടാ? ഇല്ല, അത് ചെറിയ കേവ്. ഇവിടെ വലിയൊരു കേവ് ഉണ്ട്. ഓക്കെ, ഇത് കണ്ട ട്രിപ്പ് സ്റ്റോണിന്റെ നമ്മള് നൈറ്റ് വിഷ് ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇവിടെ ഫുള്ള് അയണാട്ടാ. അയണോട് അയണാണ്. ഓക്കെ, ഇത് കണ്ട അവിടെ ഉണ്ട മുകളില്, അവിടെ അയണ്, ഇത് ഇവിടെ അയണ്. ഈ ഗെയിം നമുക്ക് ഫസ്റ്റ് കിട്ടാൻ എത്ര നിന്നടാ. നമ്മൾ ഈ ഭാഗത്തോട്ടൊന്നും അധികം വന്നിട്ടില്ല, അതാണ് ഫസ്റ്റത്തെ കാര്യം. ഇവിടെ ഫുള്ള് അയണാണ്. പിന്നെ മോബ്സും അധികം വന്നിട്ടില്ല, അതുകൊണ്ട്. അത് ഡയമണ്ട് അല്ലേ? നമ്മളെ ഫസ്റ്റത്തെ ഡയമണ്ട് കിട്ടുമോ? നമ്മൾ പോയേക്കല്ലോ. ഇവിടെ മോബ്സൊന്നും അധികം കാണുന്നില്ല. നമ്മളൊരു എൻട്രപ്പോൾ ഉണ്ട്, പക്ഷെ എടുക്കില്ല. ഇവിടെ ലാപ്പിസിലെ സുളി ഉണ്ട്, എടുത്തേക്കട്ടാ. നമുക്ക് എൻജാൻഡൊക്കെ ചെയ്യുമ്പോൾ ആവശ്യം വരും. നമുക്ക് അകത്ത് തന്നെ ഇട്ടിട്ടുള്ളൂ. നമ്മളൊരു ഫുഡും കുറവാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് പോയി വരേണ്ടി വരും, കാരണം നമ്മളെയുള്ള സാധനം പോയാൽ പോയി. ഓക്കെ, ഇതേ അവിടെ പിന്നെ ഡയമണ്ട്. റെഡ് സ്റ്റോൺ നമുക്ക് കിട്ടിയിട്ടാ. റെഡ് സ്റ്റോൺ കിട്ടി. ഓക്കെ, നമുക്ക് റെഡ് സ്റ്റോൺ നമ്മൾ വേണ്ട കാര്യം നമുക്ക് കിട്ടി. നമ്മൾ എന്തിനാ വന്നത് ആ സാധനം കിട്ടിയിട്ടുണ്ട്. റെഡ് സ്റ്റോണിനാണ് നമ്മൾ വന്നത്. നമുക്ക് മറ്റേ സാധനം ഉണ്ടാക്കാൻ, ഡിസ്പെൻസർ ഉണ്ടാക്കാനാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നത്. നമുക്ക് അതിനുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഡയമണ്ട് ഉണ്ടല്ലേ, അതും കൂടി ഇട്ടേക്കാം. ഏതായാലും നമ്മള് വെറുതെ വന്നതല്ലേ, ഒന്നുമില്ലാതെ പോണ്ട. അയ്യോ ചവലെ, ചത്തിയില്ല. ഓക്കെ, ആ ഡയമണ്ട് ഇപ്പോൾ അതെ അവിടെ ഉണ്ടാവുന്നുണ്ട്. അവിടെ ഒരു ക്രീപ്പർ സ്പോൺ ആയിട്ടാ. ഓക്കെ, ക്രീപ്പർ കൊല്ലാൻ നമുക്ക് ഷീൽഡ് എന്നല്ല, അതിനെ കൊണ്ട് വലിയ സീൻ ഉണ്ടാവില്ല. ഓക്കെ, വാ ക്രീപ്പർ ഇങ്ങോട്ട് വാ. അയ്യോ പൊട്ട, ഞാനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഫുഡും കഴിച്ചതാണ്. ഓക്കെ, ഇവിടെ ഒരു 4-5 എണ്ണം ഉണ്ടായാൽ മതി. 3 എണ്ണം. ഓക്കെ, നോട്ട് ബാഡ്. 3 എണ്ണം കിട്ടി, അതന്നെ വലിയ കാര്യം. ഓക്കെ, 3 ഡയമണ്ട് നമുക്ക് ഇവിടുന്ന് കിട്ടി. ഇനി അപ്പുറത്ത് അതെവിടെയാ നോക്കട്ടെ.
നമുക്കിപ്പോൾ ഈ സ്റ്റോൺ ബ്രിക്ക് തന്നെ ഉപയോഗിക്കാം, കാരണം വേറെ വഴിയില്ല, നമുക്ക് രക്ഷപ്പെടണം. സോ നമുക്ക് വേറെ ഇവിടുന്ന് നമ്മൾ മുകളിൽ നോക്കിയപ്പോൾ നട്ടത്, ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കാണുന്നില്ല. അതെവിടെയാവും? ആ ഡയമണ്ടും കൂടി നമുക്ക് കിട്ടാൻ സുഖമായിരുന്നു. ഇപ്പൊ നമ്മളടുത്ത് പിക്കാക്സ് ഉണ്ടാക്കാനുള്ള ഡയമണ്ട് ഉണ്ട്. നമുക്ക് കാണുന്നില്ല, നമുക്ക് മുകളിൽ പോയിട്ടൊന്ന് നോക്കി നോക്കാം, അതായിരിക്കും നല്ലത്. ഇവിടെ ഫുള്ള് ഈ ഡ്രിപ്പ് സ്റ്റോൺ ആക്കാം, അതിനെ കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചാടി കഴിയുമ്പോൾ വീണാല് കഴിഞ്ഞ്. ഓക്കെ, നമുക്ക് മുകളിലോട്ടൊന്ന് ചാടി വെക്കാം. ഇവിടെ നോക്കിയിട്ടൊന്നും കാണുന്നില്ലല്ലോ, കാണുന്നില്ല. നമുക്കൊന്നതിൽ കണ്ടിട്ട് കാണാം. നമ്മളത് ചെറുതായിട്ട് കണ്ടെത്തിയത് അവിടെ എവിടെയാണ്. അവിടെ ഫുള്ള് മോബാണ്, സ്കെൽറ്റനും പിന്നെ നമ്മുടെ ക്രീപ്പറും. ഓക്കെ, സ്കെൽറ്റൻ ഇതിൽ ബെഡ് റോക്കിലാണ് പണി, ഇതിൽ വലിയ സീനില്ല. ഓക്കെ, നമ്മൾ മറ്റേ അഡ്വാൻസ് ഇട്ട നോട്ടോടെ താങ്ക് യു. ഓക്കെ, ക്രീപ്പർ പൊട്ടിയിട്ടുണ്ട്. ഇനി പനിയും കൂടി ഒന്ന് തന്നേക്കാം. ചാവടാ ചാവ്. ഓക്കെ, ചത്തുണ്ട്. ഇനിയിപ്പോൾ ഡയമണ്ട് അവിടെ ഇവിടെ എവിടെ ഇപ്പൊ കണ്ട? അതെ 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 അതെ, ഇവിടെ 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 കിട്ടി. രണ്ടെണ്ണം ഉണ്ടാവണേ. ഓക്കെ, രണ്ടെണ്ണം ഉണ്ട്. 3 ഇല്ല, 2 ഉള്ളൂ. ഓക്കെ, ഫ്രീ ആയിട്ട് 5 ഡയമണ്ട് നമുക്ക് കിട്ടിയിരുന്നു എന്തായാലും. ഓക്കെ, എന്തായാലും സീനായിട്ട് 5 ഡയമണ്ട്. ഓ, ഇവിടുന്ന് സ്പൈഡർ വരുന്നുണ്ടേ. അയ്യോ, കുടുങ്ങല്ലേ. പെട്ടെന്ന് മുകളിലോട്ട് കയറാം. സ്പൈഡറിന് മുകളിലോട്ട് കയറാമല്ലേ, ആ കാര്യം നമുക്ക് അറിയാം. നമുക്ക് എന്തായാലും സോൾ എടുത്തിട്ടെ. അയ്യോ, ഇവിടെ ക്രീപ്പർ ഉണ്ടാ. അടിച്ചു വന്നേക്കാം ഫസ്റ്റ്. ചാവ്. എന്ത് ചെയ്യാനായി, നമ്മള് ഭയങ്കര പ്രോ പ്ലെയർ ആയതുകൊണ്ട് സീനില്ല. PvP ഒക്കെ ഭയങ്കര സെറ്റ് ആയതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമുക്ക് നീ നേരെ മുകളിലോട്ട് പോവാം, കാരണം ഇപ്പൊ തന്നെ നമ്മൾ കുറെ ലെങ്ത് ആക്കിയിട്ടുണ്ട് നമ്മളെ വീഡിയോ. നമ്മൾ ഇതുവരെ നമ്മൾ സംഭവം ഉണ്ടാക്കിയില്ല. പിന്നെ കാര്യം തന്നെ നമ്മൾ കളക്ട് ചെയ്തപ്പോ കേവിലെത്തി. അവിടുന്ന് ക്രീപ്പർ ചാവല്ലേ. അവിടുന്ന് നമ്മൾ ബാക്കോട്ട് വീഴാണ് ഫുള്ള് ചത്തിന്ന്. കാര്യം പറയാലോ, അവിടുന്ന് ക്രീപ്പർ പൊട്ടിയതിന്റെ ആ ഒരു ഫോഴ്സില് ബാക്കോട്ട് വീഴാണെങ്കിൽ ഫുള്ള് പോയിന്ന്. അപ്പൊ നമുക്കെന്നാലും രാത്രിയാണ് സംഭവം. എന്നാൽ സോഡ് കയ്യിലെത്താം, എന്നിട്ട് നേരെ മുകളിലോട്ട് പോവാം. അവിടെ നമ്മൾ വില്ലേജിൽ തന്നെ വലിയ സീനില്ല, കാരണം നമ്മള് ഫുള്ള് അടച്ചിട്ടാണല്ലോ. അതിനെക്കൊണ്ട് മോബൊന്നും വന്ന് അറ്റാക്ക് ചെയ്യില്ല, അതിനെക്കൊണ്ട് വലിയ സീനില്ല. ഓക്കെ, നമുക്ക് പെട്ടെന്ന് പോവാം. എന്തായാലും ഇവിടെ സ്കെൽറ്റൻ നിൽക്കുന്നുണ്ട്, 2 സ്കെൽറ്റൻ ഉണ്ട്. ഇവരൊക്കെ അടിച്ച് കൊല്ലാം, അപ്പൊ കൊല്ലില്ല. അയ്യോ കൊല്ലല്ലേ. നമുക്ക് വില്ലേജ് അയൺ ഫാമിന്റെ ബെഡ് പോയി കിടക്കാം പെട്ടെന്ന്. ഇവിടെ ബെഡ് ഉണ്ടല്ലോ, അവിടെ പോയി കിടക്കാം. ഓക്കെ കിടക്കാം. ഇവിടെ 2 വില്ലേജറുള്ളൂ, കാരണം നമ്മൾ 3ാമത്തെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അവിടെ ഉള്ള ഒരു വില്ലേജർ ചത്തുണ്ടായിരുന്നു. അതെങ്ങനെയാ നിൽക്കും അറിയില്ല, ആർക്കും അറിയില്ല. ഇനി ഇവരെന്നെ കൊന്നതാണെന്ന് അറിയില്ല. നമുക്കൊരു അന്വേഷണം ഇവിടുന്ന് ആരംഭിക്കണമെന്നുണ്ട്, നമുക്ക് അന്വേഷിക്കാം. പിന്നെ നമുക്ക് GTA പോലത്തെ ഗെയിംസ് ഒക്കെ കളിക്കണം താല്പര്യം ജസ്റ്റ് കമന്റ് ചെയ്യാം. എനിക്ക് GTA കളിക്കണമെന്നുണ്ട്, സോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അതുവരെ കളിച്ചില്ല GTA ഒന്നും. സോ ഗൈസ്, ഇനി നമുക്ക് എന്തായാലും ഇത് ഉണ്ടാക്കിയിട്ട് കാണാം 2 മിനിറ്റില്. ഓക്കെ, 2 മിനിറ്റിൽ ഇനി കാണാം നമുക്കിത് ഉണ്ടാക്കിയിട്ട്. ഓക്കെ, ഈ ബ്ലോക്കും കൂടി ഇവിടെ വെച്ചേക്കാം. വില്ലേജറും എല്ലാ സംഭവവും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ഇവിടെ 2 ഫാർമർ ആയിട്ടുണ്ട്. നമ്മളെ അയൺ ഫാമിൽ അല്ല കേട്ടോ വില്ലേജറിന് അടിച്ചത്, നമ്മളെ വേറെ അവന് വീട്ടിൽ ബ്ലോക്ക് ചെയ്ത അവിടുന്ന് എടുത്തിട്ടാണ്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഓക്കെ ഇവിടെ തന്നെ നമ്മൾ ഇതിൽ മൈൻ കാർട്ട് ഇട്ട് കൊടുത്താൽ വില്ലേജർ ഇങ്ങനെ പുറത്തോട്ട് വരും. ആ സംഭവമാണ് ഇത്. ഓക്കെ, അത് വർക്കാവുന്നുണ്ട്, എന്തായാലും വർക്കാവും. നമ്മളിപ്പോ ടെസ്റ്റ് ചെയ്ത് നോക്കില്ല. ഓക്കെ, നമ്മൾ പിക്കാക്സ് ഉണ്ടാക്കില്ല. നമുക്ക് ഡയമണ്ടിന്റെ പിക്കാക്സ് എന്തായാലും ഇപ്പൊ തന്നെ ക്രാഫ്റ്റ് ചെയ്തേക്കാം. നമ്മളെ വേൾഡിലത്തെ ഫസ്റ്റത്തെ ഡയമണ്ട് പിക്കാക്സ് ആണ്. ഇനി നമുക്കൊരു സോഡൊന്നും കൂടി ഉണ്ടാക്കിയാലോ? സോഡ് അല്ല, വേണ്ട, കാരണം നമുക്ക് എൻചാൻമെന്റ് ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി വരുമല്ലോ. ഓക്കെ ഗൈസ്, സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.